ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണത്തിൽ പറവൂർ സിഐ ക്രിസ്പിൻ, വരാപ്പുഴ എസ്ഐ ദീപക് എന്നിവരടക്കം 4 പോലീസുകാർക്ക് സസ്പെൻഷൻ. കസ്റ്റഡി മരണം അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രഥമദൃഷ്ട്യാ വീഴ്ച വന്നെന്ന് മനുഷ്യാവകാശ കമ്മീഷനും വ്യക്തമാക്കി. പറവൂർ സിഐ ക്രിസ്പിൻ സാം, വരാപ്പുഴ എസ്ഐ ദീപക്, ഗ്രേഡ് എസ്ഐ സുധീർ, സിവിൽ പോലീസ് ഓഫീസർ സന്തോഷ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. കൃത്യനിർവഹണത്തിലെ വീഴ്ച, മോശം പെരുമാറ്റം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതല വഹിക്കുന്ന IG ശ്രീജിത്ത് നൽകിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. IG S ശ്രീജിത്ത് കസ്റ്റഡിയിൽ മരിച്ച ശ്രീജിത്തിന്റെ വീട് സന്ദർശിച്ചു. മാതാപിതാക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മൊഴിയെടുത്തു. ആത്മഹത്യ ചെയ്ത വാസുദേവന്റെ വീട്ടിലും വരാപ്പുഴ സ്റ്റേഷനിലും എത്തി IG തെളിവെടുത്തു. ഞാൻ വീട്ടുകാർ പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ കേട്ടു. ഇപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് ഡീറ്റെയിൽ ആയിട്ട് റെക്കോർഡ് ചെയ്യും. മൊഴികളിലെ വൈരുദ്ധ്യം സംബന്ധിച്ച ആക്ഷേപവും അന്വേഷണ വിധേയമാണെന്ന് IG ശ്രീജിത്ത് പറഞ്ഞു. അതേസമയം കസ്റ്റഡി മരണങ്ങളിൽ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കസ്റ്റഡിയിൽ വെച്ച് ഒരാൾ മരണപ്പെട്ടാൽ സാധാരണ നിലയിൽ ആ കാര്യത്തിലുള്ള കർക്കശമായ നിലപാടിലേക്ക് നീങ്ങുക എന്നത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. അതിൽ വേറൊരു മുഖം സർക്കാരിനില്ല. അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം അതൊരു ADGPയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള സംഘത്തെ വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് അധ്യക്ഷൻ P മോഹനദാസ് വരാപ്പുഴ സ്റ്റേഷനിലെത്തി തെളിവെടുത്തു. പോലീസുകാർക്ക് പ്രഥമദൃഷ്ട്യാ വീഴ്ച പറ്റി. പോലീസുകാർക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കുമെന്നും P മോഹനദാസ് പ്രതികരിച്ചു. മീഡിയ 1 കൊച്ചി.